നമസ്കാരം, എൻ്റെ പേര് ലിജി ജോസ്. ഞാൻ കോട്ടയം SH മെഡിക്കൽ സെൻ്ററിൽ ഡയറ്റീഷ്യനാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതികഠിനമായ ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ ദിവസം തോറും നമുക്ക് ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരുവാണ്. അപ്പം നമുക്കറിയാം, ശരീരത്തിൻ്റെ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് പലതരം ഗുരുതര പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഡീഹൈഡ്രേഷൻ, യൂറിനറി ഇൻഫെക്ഷൻ, തലകറക്കം, ക്ഷീണം, അതുപോലെ തന്നെ സ്ട്രോക്ക് എന്നിവയൊക്കെ. പക്ഷെ നമുക്കിതിൽ നിന്നും എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ. അതികഠിനമായ ചൂടിൽ നിന്നും നമ്മുടെ ആരോഗ്യത്തെ രക്ഷിക്കാൻ നമുക്ക് കുറച്ച് പോയിന്റുകൾ ശ്രദ്ധിക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ ക്രമീകരണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് ജലാംശം കൂടുതലടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊണ്ടുവരിക. പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന ജലാംശം മാത്രമല്ല, അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നിങ്ങളെ സൂര്യാഘാതത്തിൽ നിന്നും രക്ഷിക്കുവാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ ഈ സമയത്ത് കഴിക്കുന്നത് വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഫ്രൂട്ട് സലാഡുകളായിട്ട് മാത്രമല്ല നമ്മൾ കഴിക്കാവുന്നത്, അത് ഫ്രൂട്ട്സായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ പാലിൽ ചേർത്ത് കഴിക്കാവുന്ന ഫ്രൂട്ട്സുകൾ അങ്ങനെ കഴിക്കുവാണെങ്കിൽ അതൊരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. ഉദാഹരണമായിട്ട് പാലും വാഴപ്പഴവും അല്ലെങ്കിൽ പാൽ, മാമ്പഴം ഇവയൊക്കെ കഴിക്കുവാണെങ്കിൽ അതൊരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ അത് ശരീരത്തിന് വളരെയധികം തണുപ്പിക്കാനുള്ള എളുപ്പമാർഗവുമാണ്. മറ്റൊന്ന് പറയാനുള്ളത്, നമുക്കറിയാം തൈര്, മോരും വെള്ളം, കഞ്ഞിവെള്ളം, കരിക്കും വെള്ളം, അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് ഇവയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ശരീരത്തിന് ക്ഷീണം മാറ്റാൻ മാത്രമല്ല, ശരീരം തണുപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗവും കൂടിയാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മറ്റുള്ള ഒരു കാലാവസ്ഥയിൽ നിന്നും നമുക്ക് ധാരാളം വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ് ഈ അതികഠിനമായ ചൂട് എന്ന് പറയുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുവാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക.